മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് ഒരു ബിഗിനേഴ്സ് ചലഞ്ച് തുടങ്ങുകയാണ്. ഇത് 30 ദിവസത്തേക്കാണ് നമ്മൾ തുടങ്ങുന്നത്. ഹിന്ദി ഒട്ടും അറിയാൻ പറ്റാത്തവർക്കും അതുപോലെ വളരെ കുറച്ച് അല്പം അറിയാവുന്നവർക്കും ഒക്കെ ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു നല്ല ക്ലാസ്സാണിത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഹിന്ദി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഷയാണ്. ഇത് നമുക്ക് ഗ്രാമർ മാത്രം നോക്കി സംസാരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ കുറച്ച് വാക്കുകളും വാചകങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് അതിനോടൊപ്പം ഗ്രാമറും കൂടി ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എളുപ്പത്തിൽ സംസാരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണിത്. എല്ലാവർക്കും വളരെ ഉപയോഗപ്പെടുന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബേസിക് ഹിന്ദി വേർഡ്സ് ആണ്. അതുപോലെ പൊളൈറ്റ് വേർഡ്സ്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നതാണ്. അതുപോലെ ബേസിക് ഗ്രാമർ, പിന്നെ ഡെയിലി യൂസിങ് സ്മാൾ സെൻറ്റൻസസ്, കൊച്ചു കൊച്ചു വാചകങ്ങളാണ് പറയുന്നത്. ഗ്രീറ്റിംഗ്സ് ആൻഡ് പൊളൈറ്റ് വേർഡ്സ്. നമ്മളൊരാളെ കാണുമ്പോൾ ആദ്യം പറയുന്നത് ഹലോ, നമസ്കാരം, നമസ്തേ എന്ന് പറയും. നമ്മളെങ്ങനെയാണ് പറയുന്നത്? കൈകൂപ്പിക്കൊണ്ട് നമസ്തേ, ഹലോ, അല്ലെങ്കിൽ മലയാളത്തിൽ നമസ്കാരം എന്ന് പറയും. അതുപോലെ ധന്യവാദ്, നന്ദി, ശുക്രിയ, നമ്മൾ ഇംഗ്ലീഷിൽ താങ്ക് യു എന്നൊക്കെ പറയും. നമുക്കൊരാൾ ഒരു സാധനം തരികയോ അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹിന്ദിയിൽ ധന്യവാദ്, നന്ദി, അല്ലെങ്കിൽ ശുക്രിയ, താങ്ക് യു എന്ന് ഇംഗ്ലീഷിലും പറയും. അപ്പോൾ നന്ദി സൂചകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ധന്യവാദ്, താങ്ക് യു, നന്ദി. മാഫ് കീജിയെ, ക്ഷമിക്കണം, നമ്മൾ ഇംഗ്ലീഷിൽ സോറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയും. മാഫ് കീജിയെ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുകയോ അല്ലെങ്കിൽ നമ്മളിപ്പം ആരെങ്കിലും അറിയാതെ കൈയൊന്ന് മുട്ടുകയോ കാലുകൊണ്ടൊന്ന് ചവിട്ടുകയോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അങ്ങനെ ഒരു ക്ഷമാപണം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? മാഫ് കീജിയെ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, സോറി, ക്ഷമിക്കണം, ഈ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൃപയ, ദയവായി, പ്ലീസ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയോ സാധിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കൃപയ, പ്ലീസ്, ദയവായി, ഈ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഹാം, യെസ്, അതെ, നമ്മൾ ഹിന്ദിയിൽ പറയുന്നതാണ് ഹാം എന്ന് പറഞ്ഞാൽ അതെ, വേണം എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമാണോ? ഹാം, യെസ് എന്നാണ് നമ്മൾ പറയുന്നത്. നഹീം, ഇല്ല, ഇംഗ്ലീഷിൽ നോ എന്ന് പറയും. നിങ്ങൾക്കൊരു സാധനം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? നഹീം, ഇംഗ്ലീഷിൽ നോ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ഇല്ല, വേണ്ട എന്നൊക്കെ പറയും. മാഫ് കീജിയെ, സോറി, ക്ഷമിച്ചാലും, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നതാണ് മാഫ് കീജിയെ, സോറി, മലയാളത്തിൽ ക്ഷമിച്ചാലും. ടീക്ക് ഹേ, ശരി, നമ്മൾ ഇംഗ്ലീഷിൽ ഓക്കെ എന്ന് പറയത്തില്ലേ? ടീക്ക് ഹേ, ശരി, ഓക്കെ. ആയിയേ, വരൂ, വന്നാലും, ഇംഗ്ലീഷിൽ കം. ആയിയേ, വരൂ, വന്നാലും, ഈ രണ്ട് അർത്ഥമുണ്ട്. ജായിയേ, പോകൂ, ഗോ, ജായിയേ, പോകൂ, പോയാലും. ബൈഠിയേ, ഇരിക്കൂ, സിറ്റ്, ബൈഠിയേ, ഇരിക്കൂ, ഇരുന്നാലും, സിറ്റ് എന്ന് പറയും. കേൾക്കൂ എന്ന് പറയുന്നത് സുനിയെ, കേട്ടാലും, കേൾക്കൂ, കേട്ടാലും, ഇംഗ്ലീഷിൽ പറയുന്നത് ലിസൺ. അപ്പം സുനിയെ, കേട്ടാലും, ബൈഠിയേ, ഇരുന്നാലും. ദേഖിയേ, നോക്കൂ, നോക്കിയാലും, നമ്മൾ ബഹുമാനത്തിൽ പറയുന്നതാണ് ദേഖിയേ, നോക്കൂ അല്ലെങ്കിൽ നോക്കിയാലും, ഇംഗ്ലീഷിൽ ലുക്ക്. മേം, ഞാൻ, മേം അതുകൊണ്ടുള്ളൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു, മേം ജാ രഹാ ഹൂം, ഞാൻ പോകുന്നു, മേം ജാ രഹാ ഹൂം.
തും നീ, തും നീ. ഒരു സെൻറ്റൻസാണ്. ക്യാ തും ആവോഗെ, ക്യാ തും ആവോഗെ, നീ വരുമോ. യഹ് ഇത്, യഹ് ഇത്. അതുകൊണ്ടുള്ളൊരു സെൻറ്റൻസാണ്. യഹ് അച്ഛാ ഹേ, ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പറയുന്നു യഹ് അച്ഛാ ഹേ, ഇത് നല്ലതാണ്. വഹ് അത്, വഹ് അത്. അതുകൊണ്ടുള്ള സെൻറ്റൻസ് അതെൻ്റേതാണ്. വഹ് മേരാ ഹേ, അത് എൻ്റേതാണ്. വഹ് മേരാ ഹേ. പാനി വെള്ളം, പാനി വെള്ളം. ഖാന ഭക്ഷണം, ഖാന ഭക്ഷണം. ഘർ വീട്, ഘർ വീട്. പിതാ അച്ഛൻ, പിതാ അച്ഛൻ, അല്ലെ പപ്പ എന്ന് പറയും. ബച്ച കുട്ടി, ബച്ച കുട്ടി. മാം അമ്മ, മാം അമ്മ. സുഹൃത്തിന് പറയുന്നത് ദോസ്ത്, ദോസ്ത് സുഹൃത്ത്. കാം ജോലി, കാം ജോലി. പൈസ പണം അല്ലെങ്കിൽ രൂപ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വേഡ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെൻറ്റൻസുകൾ പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.